ശാന്തി. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, സദാ ഈ സ്മൃതി ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ശ്രീമത്തനുസരിച്ച് തൻ്റെ സത്യയുഗി രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അപാര സന്തോഷമുണ്ടായിരിക്കും. ചോദ്യം: ഈ ജ്ഞാനത്തിൻ്റെ ഭോജനം ഏത് കുട്ടികൾക്കാണ് ദഹിക്കാത്തത്? ഉത്തരം: ആരാണോ തെറ്റുകൾ ചെയ്ത് മോശം അഥവാ പതീതമായി വീണ്ടും ക്ലാസ്സിൽ വന്നിരിക്കുന്നത്, അവർക്ക് ജ്ഞാനം ദഹിക്കുക സാധ്യമല്ല. അവർക്ക് മുഖത്തിലൂടെ ഒരിക്കലും ഇത് പറയുവാൻ സാധിക്കില്ല. ഭഗവാൻ വാച, കാമം മഹാശത്രുവാണ്. അവരുടെ മനസ്സ് ഉള്ളിൻ്റെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കും. അവർ ആസുരീയ സമ്പ്രദായത്തിലേതാകുന്നു. ഓം ശാന്തി. ബാബ ഇരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. അത് ഏതൊരു പിതാവാണ്? ആ പിതാവിൻ്റെ മഹിമ കുട്ടികളായ നിങ്ങൾ ചെയ്യണം. പാടുന്നുമുണ്ട്: സത് ശിവ ബാബ, സത് ശിവ ടീച്ചർ, സത് ശിവ ഗുരു. സത്യം ആ ഒന്ന് ആണല്ലോ. കുട്ടികളായ നിങ്ങൾക്കറിയാം, നമുക്ക് സത്യമായ ശിവബാബയെ ലഭിച്ചിരിക്കുന്നു. നമ്മൾ കുട്ടികൾ ഇപ്പോൾ ശ്രീമത്ത് അനുസരിച്ച് ഏകമതം ഉള്ളവർ ആയിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ശ്രീമത്ത് അനുസരിച്ച് നടക്കേണ്ടതാണല്ലോ. ബാബ പറയുന്നു, ഒന്നാമതായി ദേഹി അഭിമാനിയാകൂ. ബാബയെ ഓർമ്മിക്കുകയും ചെയ്യൂ. എത്ര ഓർമ്മിക്കുമോ തൻ്റെ മംഗളം ചെയ്യും. നിങ്ങൾ തൻ്റെ രാജധാനി വീണ്ടും സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. മുൻപും നമ്മുടെ രാജധാനി ഉണ്ടായിരുന്നു. നമ്മൾ ദേവി ദേവതാ ധർമ്മത്തിലുള്ളവർ തന്നെയാണ് 84 ജന്മങ്ങൾ എടുത്തത്. അന്തിമ ജന്മത്തിൽ ഇപ്പോൾ സംഗമത്തിലാണ്. ഈ പുരുഷോത്തമ സംഗമയുഗത്തെക്കുറിച്ച് കുട്ടികളായ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ബാബ എത്ര പോയിന്റ്സ് നൽകുന്നു? കുട്ടികളെ അഥവാ നല്ല രീതിയിൽ ഓർമ്മയിലിരിക്കുമെങ്കിൽ വളരെയധികം സന്തോഷമുണ്ടായിരിക്കും. പക്ഷേ ബാബയെ ഓർമ്മിക്കുന്നതിന് പകരം ലോകത്തുള്ള മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നു. ഇത് ഓർമ്മയുണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ ശ്രീമത്തനുസരിച്ച് തൻ്റെ രാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. മഹിമയുമുണ്ട്. ഉയർന്നതിലും ഉയർന്നതാണ് ഭഗവാൻ. ആ ഒന്നിൻ്റേതാണ് ഉയർന്നതിലും ഉയർന്ന ശ്രീമത്ത്. ശ്രീമത്ത് എന്താണ് പഠിപ്പിക്കുന്നത്? സഹജ രാജയോഗം. രാജപദത്തിനു വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ പിതാവിലൂടെ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെ അറിഞ്ഞ് പിന്നെ ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. ബാബയെ ഒരിക്കലും എതിരിടുവാൻ പാടില്ലാത്തതാണ്. വളരെയധികം കുട്ടികൾ സ്വയം സർവീസബിൾ ആണ് എന്ന് മനസ്സിലാക്കി അഹങ്കാരത്തിൽ വന്നു പോകുന്നു. ഇങ്ങനെ ധാരാളം പേരുണ്ട്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ തോറ്റുപോകുമ്പോൾ ലഹരിയും ഇല്ലാതാകും. മാതാക്കളായ നിങ്ങൾ പഠിത്തം ഇല്ലാത്തവരാണ്. പഠിത്തം ഉണ്ടായിരുന്നുവെങ്കിൽ അത്ഭുതം ചെയ്ത് കാണിക്കുമായിരുന്നു. പുരുഷന്മാരിൽ പിന്നെയും വിദ്യാസമ്പന്നരായവർ കുറച്ചുണ്ട്. കുമാരിമാരായ നിങ്ങൾക്ക് എത്ര പേര് പ്രശസ്തമാക്കേണ്ടതുണ്ട്. നിങ്ങൾ ശ്രീമത്തനുസരിച്ച് രാജധാനി സ്ഥാപിച്ചിരുന്നു. നാരിയിൽ നിന്നും ലക്ഷ്മിയായിരുന്നു. അപ്പോൾ എത്ര ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്. ഇവിടെയാണെങ്കിൽ നോക്കൂ, ചില്ലിക്കാശിൻ്റെ പഠനത്തിൽ ജീവിതം അർപ്പിക്കുന്നു. നിങ്ങൾ വെളുപ്പാക്കുന്നു. പിന്നെ കറുപ്പിനോടും തമോ പ്രധാനത്തിനോടും എന്തുകൊണ്ട് മനസ്സ് ചേർക്കുന്നു? ഈ ശ്മശാനത്തോട് മനസ്സ് ചേർക്കരുത്. നമ്മൾ ബാബയിൽ നിന്നും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. പഴയ ലോകത്തോട് മനസ്സ് ചേർക്കുക എന്നാൽ നരകത്തിൽ പോവുക എന്നാണ്. ബാബ വന്ന് നരകത്തിൽ നിന്നും രക്ഷിക്കുന്നു. എന്നിട്ടും മുഖം നരകത്തിൻ്റെ നേർക്ക് എന്തുകൊണ്ട് വയ്ക്കുന്നു? നിങ്ങളുടെ ഈ പഠനം
എത്ര സഹജമാണ്. ഏതെങ്കിലും ഋഷിമുനിമാർ അറിയുന്നില്ല. ഏതെങ്കിലും ടീച്ചറിനോ ഏതെങ്കിലും ഋഷിമുനിമാർക്കോ മനസ്സിലാക്കിച്ചു തരുവാൻ സാധിക്കില്ല. ഇത് അച്ഛനും ടീച്ചറും ഗുരുവുമാണ്. ആ ഗുരുക്കന്മാർ ശാസ്ത്രങ്ങൾ കേൾപ്പിക്കുന്നു. അവരെ ടീച്ചർ എന്ന് പറയില്ല. നമ്മൾ ലോകത്തിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും കേൾപ്പിക്കുന്നു എന്ന് അവർ പറയുന്നില്ല. അവർ ശാസ്ത്രങ്ങളിലെ കാര്യങ്ങളാണ് കേൾപ്പിക്കുന്നത്. ബാബ നിങ്ങൾക്ക് ശാസ്ത്രങ്ങളുടെ സാരം മനസ്സിലാക്കിച്ചു തരുന്നു. പിന്നെ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും പറഞ്ഞു തരുന്നു. അപ്പോൾ ഈ ടീച്ചർ നല്ലതാണോ അതോ ആ ടീച്ചർ നല്ലതാണോ? ആ ടീച്ചറിൽ നിന്നും നിങ്ങൾ എത്ര തന്നെ പഠിച്ചാലും എന്ത് സമ്പാദിക്കും? അതും ഭാഗ്യമാണ്. പഠിച്ച് ഏതെങ്കിലും ആക്സിഡന്റ് ഉണ്ടാകുന്നുവെങ്കിൽ, മരിച്ചുപോയി എങ്കിൽ പഠനം തീർന്നു. ഇവിടെ നിങ്ങൾ ഈ പഠനം എത്ര പഠിക്കുമോ അത് വ്യർത്ഥമായി പോകില്ല. പിന്നെ ശ്രീമത്തനുസരിച്ച് നടക്കാതെ എന്തെങ്കിലും തലകീഴായി നടക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ അഴുക്കുചാലിൽ പോയി വീഴുന്നു എങ്കിൽ എത്ര പഠിച്ചുവോ അത് ഇല്ലാതായി പോകുന്നില്ല. ഈ പഠനം 21 ജന്മത്തേക്കുള്ളതാണ്. പക്ഷേ വീഴുന്നതിലൂടെ കൽപ്പാന്തരത്തേക്കുള്ള നഷ്ടം വളരെയധികം ഉണ്ടാകുന്നു. ബാബ പറയുന്നു, കുട്ടികളെ മുഖം കറുപ്പിക്കരുത്. ഇങ്ങനെ ധാരാളം പേരുണ്ട്. മുഖം കറുപ്പിച്ച് മോശമായ ശേഷം പിന്നെ വന്ന് ഇരിക്കുന്നു. അവർക്ക് ഒരിക്കലും ഈ ജ്ഞാനം ദഹിക്കുകയില്ല. ദഹനക്കേടുണ്ടാകുന്നു. എന്ത് കേട്ടുവോ അത് ദഹിക്കാതെ ഇരിക്കും. പിന്നെ മുഖത്തിലൂടെ ആരോടും പറയുവാൻ സാധിക്കില്ല, ഭഗവാൻ വാച, കാമം മഹാശത്രുവാണ്, അതിൻ്റെ മേൽ ജയം നേടണം എന്ന്. സ്വയം തന്നെ ജയം നേടുന്നില്ലെങ്കിൽ മറ്റുള്ളവരോട് എങ്ങനെ പറയും? ഉള്ളിൽ കുത്തുണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ. അവര് പറയുന്നത് ആസുരീയ സമ്പ്രദായം എന്നാണ്. അമൃത് കുടിച്ച് വിഷം കഴിക്കുന്നു. അപ്പോൾ 100 മടങ്ങ് കറുത്തു പോകുന്നു. എല്ലുകൾ പൊട്ടിപ്പോകുന്നു. മാതാക്കളായ നിങ്ങളുടെ സംഘടന വളരെ നല്ലതായിരിക്കണം. എയിം ഓബ്ജക്റ്റ് മുന്നിലുണ്ട്. നിങ്ങൾക്കറിയാം, ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യത്തിൽ ഒരു ദേവീ ദേവതാ ധർമ്മമായിരുന്നു. ഒരു രാജ്യം, ഒരു ഭാഷ, 100% പ്യൂരിറ്റി, പീസ്, പ്രോസ്പെരിറ്റി ഉണ്ടായിരുന്നു. ആ ഒരു രാജ്യത്തെ തന്നെയാണ് ബാബ ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എയിം ഓബ്ജക്റ്റ്. 100% പവിത്രത, സുഖം, ശാന്തി, സമ്പത്ത് എന്നിവയുടെ സ്ഥാപന ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കാണിക്കുന്നുണ്ട്, വിനാശത്തിന് ശേഷം ശ്രീകൃഷ്ണൻ വരികയാണ്. ക്ലിയറായി എഴുതേണ്ടതാണ്. സത്യയോഗി ഒരേ ഒരു ദേവീ ദേവന്മാരുടെ രാജ്യം, ഒരു ഭാഷ, പവിത്രത, സുഖം, ശാന്തി എന്നിവ വീണ്ടും സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുവല്ലോ. സ്വർഗം ഉണ്ടായിരിക്കുന്നത് സത്യയുഗത്തിലും ത്രേതായുഗത്തിലുമാണ്. പക്ഷേ മനുഷ്യർ സ്വയം നരകവാസിയായി മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കും, ദ്വാപര കലിയുഗത്തിൽ എല്ലാവരും നരകവാസികളാണ്. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗിയാണ്. മുൻപ് നിങ്ങളും കലിയുഗി നരകവാസിയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ സ്വർഗവാസിയായിക്കൊണ്ടിരിക്കുന്നു. ഭാരതത്തെ സ്വർഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു ശ്രീമത്തനുസരിച്ച്. എന്നാൽ ആ ധൈര്യവും സംഘടനയും ഉണ്ടായിരിക്കണം. ചുറ്റി സഞ്ചരിക്കുവാൻ പോകുമ്പോൾ ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രം കൊണ്ടുപോകണം. നല്ലതാണ്. ഇതിൽ എഴുതണം, ആദി സനാതന ദേവി ദേവതാ ധർമ്മം, സുഖശാന്തിയുടെ രാജ്യം സ്ഥാപന ആയിക്കൊണ്ടിരിക്കുന്നു. ത്രിമൂർത്തി ശിവബാബയുടെ ശ്രീമത്തനുസരിച്ച്. ഇങ്ങനെയുള്ള വലിയ വലിയ അക്ഷരങ്ങളിൽ വലിയ വലിയ ചിത്രങ്ങൾ വേണം. ചെറിയ കുട്ടികൾ ചെറിയ ചിത്രം ഇഷ്ടപ്പെടുന്നു. ചിത്രം എത്ര വലുതാണോ അത്രയും നല്ലത്.
ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രം വളരെ നല്ലതാണ്. ഇതിൽ കേവലം എഴുതണം, ഒരേ ഒരു സത്യ ത്രിമൂർത്തി ശിവ് ബാബ, സത്യ ത്രിമൂർത്തി ശിവ ടീച്ചർ, സത്യ ത്രിമൂർത്തി ശിവഗുരു. ത്രിമൂർത്തി എന്ന വാക്ക് എഴുതിയില്ലെങ്കിൽ വിചാരിക്കും പരമാത്മാവ് നിരാകാരനാണ്, ആ ഒന്നിന് എങ്ങനെ ടീച്ചറാകുവാൻ സാധിക്കും എന്ന്. ജ്ഞാനം ഇല്ലല്ലോ. ലക്ഷ്മി നാരായണന്റെ ചിത്രം ടിൻ ഷീറ്റിൽ ഉണ്ടാക്കി ഓരോ സ്ഥാനത്തും വെക്കണം. ഇത് സ്ഥാപിതമായിക്കൊണ്ടിരിക്കുകയാണ്. ബാബ വന്നിരിക്കുകയാണ്. ബ്രഹ്മാവിലൂടെ ഒരു ധർമ്മത്തിന്റെ സ്ഥാപനയും ബാക്കി എല്ലാത്തിൻ്റെയും വിനാശവും ചെയ്യിക്കും. കുട്ടികൾക്ക് സദാ ഈ ലഹരി ഉണ്ടായിരിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഏക അഭിപ്രായം ഉണ്ടാകുന്നില്ലെങ്കിൽ ഉടൻ അപ്സെറ്റ് ആകും. ഇത് ഉണ്ടാവുക തന്നെ ചെയ്യുന്നു. ചിലർ ഒരു ഭാഗത്ത്, ചിലർ മറ്റൊരു ഭാഗത്ത്, പിന്നെ മെജോറിറ്റിയുടേത് സ്വീകരിക്കുന്നു. ഇതിൽ അപ്രസന്നമാകേണ്ട കാര്യമില്ല. കുട്ടികൾ പിണങ്ങുന്നു, നമ്മുടെ കാര്യം അംഗീകരിച്ചില്ല എന്ന്. ഇതിൽ പിണങ്ങേണ്ട എന്ത് കാര്യമാണ്? ബാബയാണെങ്കിൽ എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നയാളാണ്. മായ എല്ലാവരെയും പിണക്കിയിരിക്കുന്നു. എല്ലാവരും ബാബയിൽ നിന്നും പിണങ്ങി. എന്തിന് പിണങ്ങണം? ബാബയെ അറിയുന്നതേയില്ല. ഏത് ബാബയാണോ സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി നൽകിയത്, ആ ഒന്നിനെ അറിയുന്നതേയില്ല. ബാബ പറയുന്നു, ഞാൻ നിങ്ങളുടെ മേൽ ഉപകാരം ചെയ്യുന്നു, നിങ്ങൾ പിന്നെ എൻ്റെ മേൽ അപകാരം ചെയ്യുന്നു. ഭാരതത്തിന്റെ അവസ്ഥ നോക്കൂ, എന്താണ്? നിങ്ങളിലും വളരെ കുറച്ചു പേർക്കാണ് ഈ ലഹരി ഉണ്ടായിരിക്കുന്നത്. ഇതാണ് നാരായണീ നശ. നമ്മൾ രാമനും സീതയുമാകും എന്ന് പറയുവാൻ പാടില്ലാത്തതാണ്. നിങ്ങളുടെ എയിം ഓബ്ജക്റ്റ് തന്നെ നരനിൽ നിന്നും നാരായണനാവുക എന്നാണ്. നിങ്ങൾ പിന്നെ രാമനും സീതയും ആകുന്നതിൽ സന്തോഷിക്കുന്നു. ധൈര്യം കാണിക്കേണ്ടതാണ്. പഴയ ലോകത്തോട് പൂർണ്ണമായും മനസ്സ് ചേർക്കുവാൻ പാടില്ലാത്തതാണ്. ആരോടെങ്കിലും മനസ്സ് ചേർത്തുവെങ്കിൽ മരിച്ചു. ജന്മജന്മാന്തരങ്ങളുടെ നഷ്ടമുണ്ടാകുന്നു. ബാബയിൽ നിന്നും സ്വർഗത്തിന്റെ സുഖം ലഭിക്കുന്നു. പിന്നെ നമ്മൾ എന്തിന് നരകത്തിൽ പതിക്കണം? ബാബ പറയുന്നു, നിങ്ങൾ എപ്പോഴാണോ സ്വർഗത്തിലായിരുന്നത് അപ്പോൾ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഡ്രാമ അനുസരിച്ച് നിങ്ങളുടെ ധർമ്മമില്ല. ആരും തന്നെ സ്വയം ദേവതാ ധർമ്മത്തിലേതാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. മനുഷ്യരായിട്ടും തന്റെ ധർമ്മത്തെ അറിയുന്നില്ലെങ്കിൽ എന്തു പറയുവാനാണ്? ഹിന്ദു എന്നത് ഒരു ധർമ്മമല്ല. ആരാണ് സ്ഥാപിച്ചത്? ഇതും അറിയുന്നില്ല. കുട്ടികളായ നിങ്ങൾക്ക് എത്ര മനസ്സിലാക്കിച്ചു തരുന്നു? ബാബ പറയുന്നു, ഞാൻ കാലന്മാരുടെയും കാലൻ ഇപ്പോൾ വന്നിരിക്കുകയാണ്, എല്ലാവരെയും തിരിച്ചു കൊണ്ടുപോകുവാൻ. ബാക്കി ആര് നല്ല രീതിയിൽ പഠിക്കുമോ അവർ വിശ്വത്തിന്റെ അധികാരിയാകും. ഇപ്പോൾ വീട്ടിലേക്ക് പോരൂ. ഇവിടെ ഇരിക്കുവാൻ യോഗ്യമല്ല. വളരെയധികം മാലിന്യം വരുത്തി കഴിഞ്ഞു ആസുരീയ മതമനുസരിച്ച് നടന്ന്. ബാബ ഇങ്ങനെ പറയുമല്ലോ, നിങ്ങൾ ഭാരതവാസികൾ വിശ്വത്തിന്റെ അധികാരിയായിരുന്നു. ഇപ്പോൾ എത്ര തിക്കും തിരക്കും കൊള്ളുന്നു. ലജ്ജ തോന്നുന്നില്ലേ? നിങ്ങളിലും ചിലർ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. നമ്പർ വാറാണല്ലോ. വളരെയധികം കുട്ടികൾ ഉറക്കത്തിലാണ്. അവർക്ക് സന്തോഷത്തിന്റെ രസം കയറുന്നില്ല. ബാബ നമുക്ക് വീണ്ടും രാജധാനി നൽകുകയാണ്. ബാബ പറയുന്നു, ഈ സന്യാസിമാരെയും മറ്റും ഞാൻ ഉദ്ധരിക്കുന്നു. അവർക്ക് സ്വയം തനിക്കോ മറ്റുള്ളവർക്കോ മുക്തി നൽകുവാൻ സാധിക്കില്ല. സത്യമായ ഗുരു ഒരേ ഒരു സദ്ഗുരുവാണ്. ആ ഒന്ന് സംഗമത്തിൽ വന്ന് എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നു.
ബാബ പറയുന്നു, കൽപ്പത്തിൻ്റെ സംഗമയുഗേ യുഗേ ഞാൻ വരുന്നു. എനിക്ക് മുഴുവൻ ലോകത്തെയും പാവനമാക്കണം. മനുഷ്യർ മനസ്സിലാക്കുന്നത് ബാബ സർവശക്തിവാനാണ്. ആ ഒന്നിന് എന്താണ് ചെയ്യാൻ സാധിക്കാത്തത്? എന്നെ വിളിക്കുന്നത് തന്നെ പതീതരായ നമ്മളെ പാവനമാക്കി മാറ്റൂ എന്നാണ്. അപ്പോൾ ഞാൻ വന്ന് പാവനമാക്കുന്നു. ബാക്കി മറ്റെന്ത് ചെയ്യുവാനാണ്? പിന്നെ അത്ഭുത സിദ്ധികളുള്ളവർ ധാരാളമുണ്ട്. എൻ്റെ കാര്യം നരകത്തെ സ്വർഗമാക്കുക എന്നാണ്. അതാണെങ്കിൽ ഓരോ 5000 വർഷത്തിനു ശേഷവും ആകുന്നു. ഇത് നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. ആദി സനാതന ദേവി ദേവതാ ധർമ്മമാണ്. ബാക്കിയെല്ലാം പിന്നാലെയാണ് വന്നത്. അരവിന്ദ് ഘോഷ് ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ എത്ര ആശ്രമങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ നിർവികാരിയാകുന്നതിൻ്റെ കാര്യമൊന്നുമില്ല. അവർ മനസ്സിലാക്കുന്നത് ഗൃഹസ്ഥത്തിൽ ഇരുന്നു കൊണ്ടും പവിത്രമായിരിക്കുവാൻ സാധിക്കില്ല. ബാബ പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ടും കേവലം ഒരു ജന്മം പവിത്രമായിരിക്കൂ. നിങ്ങൾ ജന്മജന്മാന്തരങ്ങളിൽ പതീതമായിരുന്നു. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നു നിങ്ങളെ പാവനമാക്കുവാൻ. ഈ അന്തിമ ജന്മം പാവനമാകൂ. സത്യയുഗത്തിലും ത്രേതായിലും വികാരം ഉണ്ടായിരിക്കുന്നതേയില്ല. ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രവും ഏണിപ്പടിയുടെ ചിത്രവും വളരെ നല്ലതാണ്. ഇതിൽ എഴുതിയിട്ടുണ്ട്, സത്യയുഗത്തിൽ ഒരു ധർമ്മവും ഒരു രാജ്യവുമായിരുന്നു. മനസ്സിലാക്കിച്ചു കൊടുക്കാൻ വലിയ യുക്തി ആവശ്യമാണ്. വൃദ്ധരായ മാതാക്കളെയും പഠിപ്പിച്ച് തയ്യാറാക്കണം. അവർക്ക് പ്രദർശനിയിൽ എന്തെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കട്ടെ. ആർക്കും ഈ ചിത്രം കാണിച്ചു കൊടുത്ത് പറയണം, ഇവരുടെ രാജ്യമുണ്ടായിരുന്നല്ലോ, ഇപ്പോഴില്ല. ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങൾ പാവനമായ ലോകത്തിലേക്ക് പോകും. ഇപ്പോൾ പാവനമായ ലോകം സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. എത്ര സഹജമാണ്. വൃദ്ധരായവർ ഇരുന്ന് എക്സിബിഷനിൽ മനസ്സിലാക്കിച്ചു കൊടുക്കൂ. അപ്പോൾ പേര് പ്രശസ്തമാകും. കൃഷ്ണന്റെ ചിത്രത്തിലും എഴുതിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഈ എഴുതിയിരിക്കുന്നത് തീർച്ചയായും വായിക്കണം എന്ന് പറയണം. ഇത് വായിക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് നാരായണി ലഹരി അഥവാ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവിയുടെ ലഹരി കയറും. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ ഇങ്ങനെയുള്ള ലക്ഷ്മി നാരായണൻ ആക്കി മാറ്റുന്നു. അപ്പോൾ നിങ്ങളും മറ്റുള്ളവരുടെ മേൽ ദയാമനസ്കരാകണം. എപ്പോഴാണോ തൻ്റെ മംഗളം ഉണ്ടാകുന്നത്, അപ്പോൾ മറ്റുള്ളവരുടേതും ചെയ്യുവാൻ സാധിക്കും. വൃദ്ധർക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത് സമർത്ഥരാക്കി മാറ്റണം. എക്സിബിഷന് വേണ്ടി 8-10 വൃദ്ധരായവരെ അയക്കൂ എന്ന് ബാബ പറയുമ്പോൾ ഉടൻ വരണം. ആര് ചെയ്യുമോ അവർ നേടും. മുന്നിൽ എയിം ഓബ്ജക്റ്റ് കാണുമ്പോൾ തന്നെ സന്തോഷമുണ്ടാകുന്നു. നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് പോയി വിശ്വത്തിൻ്റെ അധികാരിയാകും. എത്ര ഓർമ്മയിലിരിക്കുമോ അത്രയും പാപം മുറിയും. നോക്കൂ, കവറിൽ അച്ചടിച്ചിട്ടുണ്ട്, 1 religion, 1 deity kingdom, 1 language. അത് വേഗത്തിൽ സ്ഥാപിതമാകും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാപ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒരിക്കലും പരസ്പരമോ ബാബയോടോ പിണങ്ങുവാൻ പാടില്ല. ബാബ സാന്ത്വനം നൽകാൻ വന്നിരിക്കുന്നു. അതിനാൽ ഒരിക്കലും അസ്വസ്ഥം ആകരുത്. ബാബയെ എതിരിടുവാൻ പാടില്ല. പഴയ ലോകത്തോടും പഴയ ദേഹത്തോടും മനസ്സ് ചേർക്കരുത്. സത് പിതാവിനോടും സത് ടീച്ചറിനോടും സദ്ഗുരുവിനോടും സത്യമായിരിക്കണം.
സദാ ഒന്നിൻ്റെ ശ്രീമത്തനുസരിച്ച് നടന്ന് ദേഹി അഭിമാനിയാകണം. വരദാനം: തൻ്റെ തപസ്വി സ്വരൂപത്തിലൂടെ സർവർക്കും പ്രാപ്തികളുടെ അനുഭൂതി നൽകുന്ന മാസ്റ്റർ വിധാതാവായി ഭവിക്കട്ടെ. ഏതുപോലെ സൂര്യൻ വിശ്വത്തിന് പ്രകാശത്തിൻ്റെയും അനേകം വിനാശി പ്രാപ്തികളുടെയും അനുഭൂതി ചെയ്യിക്കുന്നു, ഇതേപോലെ താങ്കൾ തപസ്വി ആത്മാക്കൾ തൻ്റെ തപസ്വി സ്വരൂപത്തിലൂടെ സർവർക്കും പ്രാപ്തിയുടെ കിരണങ്ങളുടെ അനുഭൂതി ചെയ്യിക്കൂ. ഇതിനു വേണ്ടി ആദ്യം ശേഖരണത്തിൻ്റെ കണക്ക് വർദ്ധിപ്പിക്കൂ. പിന്നെ ശേഖരിച്ച ഖജനാവുകൾ മാസ്റ്റർ വിധാതാവായി നൽകിക്കൊണ്ടിരിക്കൂ. തപസ്വി മൂർത്തിയുടെ അർത്ഥമാണ് തപസ്യയിലൂടെ ശാന്തിയുടെ ശക്തിയുടെ കിരണങ്ങൾ 4 ഭാഗത്തും വ്യാപിക്കുന്നത് അനുഭവത്തിൽ വരണം. സ്ലോഗൻ: സ്വയം വിനയമുള്ളവരായി സർവർക്കും മാന്യത നൽകിക്കൊണ്ടിരിക്കൂ. ഇതുതന്നെയാണ് സത്യമായ പരോപകാരം. അവ്യക്ത സൂചന: ഇപ്പോൾ സ്നേഹത്തിൻ്റെ അഗ്നിയെ പ്രജ്വലിതമാക്കി യോഗത്തെ ജ്വാലാരൂപമാക്കൂ. ഇപ്പോൾ നല്ലത് നല്ലത് എന്ന് പറയുന്നു, പക്ഷേ നല്ലവരാകണം. ഈ പ്രേരണ ലഭിക്കുന്നില്ല. അതിൻ്റെ ഒരേ ഒരു സാധനയാണ് സംഘടിത രൂപത്തിൽ ജ്വാലാസ്വരൂപം ആകൂ. ഓരോരുത്തരും ചൈതന്യ ലൈറ്റ് ഹൗസ് ആകൂ. സേവാധാരിയാണ്, സ്നേഹിയാണ്, ഒരു ബലം, ഒരു വിശ്വാസം ഉള്ളവരാണ്. ഇതെല്ലാം ശരിയാണ്. എന്നാൽ മാസ്റ്റർ സർവശക്തിവാന്റെ സ്റ്റേജിലേക്ക് വരണം. അപ്പോൾ എല്ലാവരും താങ്കളുടെ മുന്നിൽ ശലഭത്തിന് സമാനം ചുറ്റിക്കറങ്ങുവാൻ തുടങ്ങും. ഓം ശാന്തി.